അടുത്ത സദസ്സിൽ നേതൃത്വം കൊടുക്കുന്ന ഐതിഹാസികമായ പുതിയ യാത്ര ഇതാ ഈ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് 7-ാം തീയതിയിലെ ഈ സമാപന സമ്മേളനം പുതിയ യാത്രയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തെ വീണ്ടെടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണി തയ്യാറാക്കിയിട്ടുള്ള ദീർഘവീക്ഷണത്തോടുകൂടിയ പദ്ധതികൾ ഒരു പുതുയുഗം സമ്മാനിക്കാൻ വേണ്ടി നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിന് നേതൃത്വം നൽകി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ യാത്രയ്ക്കും പ്രിയങ്കരനായ നായകൻ ശ്രീ വി.ഡി. സതീശനെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കൊല്ലവും നമ്മുടെ പ്രിയപ്പെട്ട ഈ 2 മണ്ഡലങ്ങളും ഇരവിപുരവും കൊല്ലവും ചരിത്രത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു ചരിത്ര വിജയം നേടിക്കൊടുത്തുകൊണ്ട് 100 സീറ്റുകൾ നേടുന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ഇവിടെ നിൽക്കുന്നവരെല്ലാവരും സീറ്റുകളിലേക്ക് കടന്നിരിക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ, UDFന്റെ രാജ്യ ചരിത്രത്തിൽ ഇത്രയും വലിയ വിജയകരമായ ഒരു യാത്ര, പുതുയുഗ യാത്ര എന്ന് പറയുന്നത് തന്നെ അത്ഭുതകരമായി അക്ഷരാർത്ഥത്തിൽ തെളിയിക്കത്തക്ക വിധത്തിൽ ഈ ഒരു സംഭവമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ഉദ്ഘാടന സമ്മേളനത്തിനായി today we are privileged to have the august presence of Dr. Jairam Ramesh. Communication and media. Dr. Jairam Ramesh is an eminent economist, policy expert, distinguished author and former union minister who handled portfolios like rural development, drinking water and sanitation, and environment and forests in the union cabinet. I take this opportunity to welcome him to God's own country and request him to formally inaugurate this phase of the historic Pudu Yuga Yatra led by Honorable Leader of Opposition Sri V.D. Sadishan, heralding new era in Kerala politics. The first sign was that after 30 years we have a mayor in Kollam. It has taken us 30 years to break the red bastion in Kollam. And what Kollam has shown in the local body election, the people of Kerala will show in the assembly election. You know, Kollam is a very historic place, Mr. Sadishan. But I do want to say that this is a historic turning point for Kerala. Our agenda is for the future of Kerala. In the UDF has taken forward and presented to the people of Kerala in the last 30 days. So once again, I wish you all the very best, and I look forward to coming back when the UDF. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷയോട് നോക്കിക്കാണുന്ന ശ്രീ പിണറായി വിജയൻ ഒരു പേടി സ്വപ്നമായി കാണുന്ന
നമ്മുടെ പ്രിയപ്പെട്ട നിലപാടിന്റെ രാജകുമാരൻ എന്ന് രാജ്യം തെളിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ വി ഡി സതീശനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Mr. Jairam Ramesh is a wonderful administrator, a politician with vision, and a writer with clarity. We are all very much delighted and privileged by the presence of Jairam Ramesh. Thank you, sir. തൊഴിലാളികൾ, ലോട്ടറി തൊഴിലാളികൾ, KSRTC പെൻഷൻകാർ, ഭിന്നശേഷിക്കാർ, അവർക്കായി എല്ലാമുള്ള പ്രത്യേക പദ്ധതി UDF പ്രഖ്യാപിച്ചു. നമുക്കൊരു സ്വപ്നതുല്യമായ പദ്ധതിയുണ്ട്. കേരളത്തിൽ 600 കിലോമീറ്റർ കടലാണ്, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി തുറമുഖങ്ങൾ. നമ്മൾ ഇതെല്ലാം സമന്വയിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ 70% ഇതിന്റെ 4/1 ചെലവിൽ കടലിലൂടെ പോകും. 2ാം ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗ്, പാസഞ്ചേഴ്സ് വരും. 3ാം ഘട്ടത്തിൽ നദികളെ കൂടി സംയോജിപ്പിച്ച ഇന്റഗ്രേറ്റഡ് ടൂറിസം പ്രോജക്ട്. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന UDFന്റെ സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കും, ഒരു സംശയവും വേണ്ട. ഇത്തരം നിരവധി പദ്ധതികളുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല, കുറച്ച് സസ്പെൻസ് കിടക്കട്ടെ. പക്ഷേ ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു കാര്യം ബോധ്യമാകും. അവർ വരുന്നത് ഭരണമാറ്റത്തിന് വേണ്ടി മാത്രമല്ല, ഈ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഞാൻ UDFന് വേണ്ടി വാക്ക് തരുന്നു. ഇനി നമ്മുടെ കേരളം പുറകിലേക്ക് നടക്കില്ല, നമ്മുടെ കേരളം ഇനി മുന്നിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും. ഇതാണ് ഇവിടെ ചർച്ചയാകേണ്ടത്. ദൗർഭാഗ്യവശാൽ വർഗീയതയാണ് ഇവിടെ ചർച്ച. സംഘപരിവാറിനെ നമുക്കറിയാം. നമ്മൾ സന്തോഷമായിട്ടിരിക്കണമെന്നാൽ അവർക്ക് സങ്കടം വരും. അപ്പൊ നമ്മളെ ഭിന്നിപ്പിക്കും, ഹീറ്റ് ക്യാമ്പയിൻ, വിദ്വേഷ പ്രചരണം നടത്തും. നമ്മളെ ശത്രുക്കളാക്കുമ്പോൾ അവർക്ക് സമാധാനമാണ്. പക്ഷെ എന്റെ സങ്കടം, സംഘപരിവാറിന്റെ അതേ വഴിയിൽ കേരളത്തിലെ CPM നടക്കുന്നു. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ വർഗീയതയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ നിൽക്കുന്ന വർഗീയവാദികളുടെ കൈകളിലേക്ക് CPM എറിഞ്ഞു കൊടുക്കുന്നത് തീപ്പന്തമാണ്. പക്ഷെ നിങ്ങൾ ഭയപ്പെടണ്ട, ആ തീയടയ്ക്കാനുള്ള ആർജവം കേരളത്തിലെ UDFനുണ്ട്. ആരും വർഗീയത പറയേണ്ട, അതാണ് നമ്മുടെ നിലപാട്. ഭൂരിപക്ഷ വർഗീയതയും വേണ്ട, ന്യൂനപക്ഷ വർഗീയതയും വേണ്ട. ആര് വർഗീയത പറഞ്ഞാലും, ഏത് കൊല കൊമ്പൻ പറഞ്ഞാലും നമ്മൾ അതിനെ ശക്തിയായി എതിർക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് ആളുകൾ കോംപ്രമൈസ് ചെയ്യും. നമ്മൾ ഈ നിലപാടിൽ വെള്ളം ചേർക്കില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലർ വന്ന് പറയും, ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്കുണ്ട്, പേടിപ്പിക്കാൻ വരും. വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയരുത് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം കേരളത്തിലെ UDFനുണ്ട്. ഞാൻ കരുതുന്നത് പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചാളുകൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മയാകും. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ മക്കളും ജീവിക്കുന്ന ഒരു കേരളം. അവരുടെ സൗഹാർദ്ദം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിന് സമ്മതിക്കില്ല. മതേതര കേരളം ഇരു കൈകളും നീട്ടി ഈ മതേതര നിലപാടിനെ അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ദൈവമേ, ആ ഓഡിറ്റുകാര് തയ്യാറാക്കിയ കണക്ക് വായിച്ചാൽ ചിരിച്ച് നമ്മൾ മണ്ണിലും 600 പേര് പങ്കെടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 3000 പേര്, കള്ളക്കണക്കാണ്. ലഞ്ച് കഴിച്ചത് 4000 പേര്, അത്താഴമായപ്പോൾ 5000 പേര്. അവിടെ കൊണ്ടുവന്ന കിടക്ക വരെ ഇവർ അടിച്ചു മാറ്റി. നന്ദഗോപ ഭജന സംഘം ഗാനമേള നടത്തി 8 ലക്ഷം രൂപ. ഭജന സംഘം പറഞ്ഞ് ഞങ്ങൾ ആ പരിസരത്തേക്ക് പോയിട്ടില്ല. ആലോചിച്ച് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കൊല്ലത്തൊരു ചരിത്രമുണ്ട്. മേയർ ഇരിക്കുന്നുണ്ട്. പണ്ട് CPM ഭരിക്കുന്ന കാലത്ത് കൊല്ലത്ത് ഒരു ഫെസ്റ്റിവൽ നടത്തി. കൊല്ലത്തുകാർക്ക് അറിയില്ല, ഞങ്ങൾക്കറിയാം. ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ ഒരു കുതിരയെ കൊണ്ടുവന്നു. കുതിരയെ കൊണ്ടുവരുമ്പോൾ വാഹനത്തിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ വൗച്ചർ ചെലവെഴുതിയെടുക്കും. ഇവര്, ഞാൻ ആരാന്ന് അറിയില്ല കേട്ടോ, വൗച്ചർ എഴുതിയപ്പോ വണ്ടിയുടെ നമ്പറും കൂടി എഴുതണം. കുതിരയെ കൊണ്ടുവന്ന വണ്ടിയുടെ നമ്പർ എഴുതി.
പിന്നെ ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റേറി പരിശോധിച്ചപ്പോ കുതിരയെ കൊണ്ടുവന്ന വണ്ടി ഏതാണെന്നറിയോ? മാരുതി 800. മാരുതി 800 കുതിരയെ കൊണ്ടുവന്ന് കണക്കെഴുത്തിയെടുത്ത വിദ്വാൻമാരാണ്. കമന്ന് വീണാൽ കാൽപ്പണവുമായി പോകുന്ന കൊള്ളക്കാരുടെ സർക്കാർ കേരളം ഭരിക്കുന്നു. ഇപ്പൊ അവരുടെ പരിപാടി എന്താ? പ്രഖ്യാപനവും 12,000 കോടി രൂപയുടെ തീരദേശ പാക്കേജ്, 18,000 കോടിയുടെ ഇടുക്കി പാക്കേജ് എല്ലാം പ്രഖ്യാപിക്കുക. ഖജനാവിൽ പൂച്ച വെച്ചെടുക്കാം, 5 പൈസ ഇല്ല. അപ്പൊ ഇപ്പൊ പിണറായി വിജയന്റെ വാക്കും പഴയ ചാക്കിനും ഒരു വിലയെന്ന് പറയാൻ പറ്റില്ല. ചാക്കിന് കുറച്ചുകൂടി വിലയുണ്ട്, ഈ വാക്കിന് ഒരു വിലയില്ല. പ്രഖ്യാപിക്കാൻ വരുമ്പോ നിങ്ങൾ ഒരു കാര്യം ഓർപ്പിക്കണം. 2021 ഇവരൊരു പ്രഖ്യാപിച്ചു 1,200 രൂപയുടെ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഞങ്ങൾ വന്നാൽ 2,500. 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയോ? ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് 400 രൂപ കൂട്ടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ നിങ്ങൾ പരീക്ഷിക്കുന്നു. മലയാളി എന്ത് ചെയ്തു? 400 രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF നോക്കി, അല്ലേ? അപ്പൊ നമ്മൾ ഇടുക്കിയിൽ എല്ലാവരെയും ചീത്ത വിളിക്കുന്ന മണിയാഴ്ച 1, 2, 3 എന്നെ ഇന്നലെയും വിളിച്ചിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷേതാവാണോ? ഞാൻ പ്രാർത്ഥിച്ചു, നല്ലതാണ് പുള്ളി പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, കൊള്ളരുതാത്തവന്മാർ, വോട്ടർമാരെ ഞങ്ങളുടെ കാശും